കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ ഒരവസരം എനിക്ക് നിങ്ങൾ ഏവരും നൽകണം. എനിക്ക് ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ തരികയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ മതം വർഗ വിവേചനമില്ലാതെ ഏതൊരു അവസരത്തിലും എന്നെ സമീപിക്കാം. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിൽ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ കരോട്ട് വള്ളക്കാലിൽ എന്ന വീടിന് മുന്നിലാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ പുതുപ്പള്ളി ടുഡേ ലൈവിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് ഈ വീടിൻ്റെ തൊട്ട് സമീപം താമസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പം നമുക്ക് ആ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം. നമസ്കാരം. നമ്മളിപ്പം ഇരിക്കുന്നത് സ്ഥാനാർത്ഥിയോടൊപ്പമാണ്. അപ്പം നമ്മുടെ പള്ളം ബ്ലോക്കിന്റെ പുതുപ്പള്ളി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ സ്ഥാനാർത്ഥി ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എനിക്ക് ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള ബന്ധമാണ്. കാരണം പുതുപ്പള്ളി കവലയിൽ ഞാൻ വരുന്ന കാലം തൊട്ട് ഇദ്ദേഹം അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് വ്യാപാരി വ്യവസായ സംഘടനയിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാനും കൂടുതൽ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാതയിൽ തന്നെയാണ്. കാരണം ഒരു നേരിന്റെ പാതയിലാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് എവിടെ അനീതി കണ്ടാലും അദ്ദേഹം പ്രതികരിക്കും. അങ്ങനെ ഒരു പ്രതികരണമാണ് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ തന്നെ കുറച്ചു നാൾ മുമ്പ് കണ്ടു കാണും. ഒരു വ്യാപാരി വ്യവസായയുടെ പ്ലാസ്റ്റിക് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ. അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി പോയൊരു വീഡിയോ ആണ്. കാരണം കേരളത്തിൽ എവിടെ ചെന്നാലും അദ്ദേഹം തന്നെ എന്നോട് പലയിടത്തും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എവിടെ ചെന്നാലും ഈ ഒരു വീഡിയോയുടെ കാര്യം ആൾക്കാർ പരാമർശിച്ചു പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ലെവലിലേക്ക് വരെ എന്ന് പറഞ്ഞാൽ അത് അനീതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ്. അപ്പൊ ആ സംഘടനയുടെ ഒരു കൂട്ടായ പിൻബലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പുതുപ്പള്ളിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഈ പ്രാവശ്യം ആദ്യമായിട്ട് മത്സരരംഗത്തേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമ്മുടെ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ ഒന്ന് പരിചയപ്പെടണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുക. നമസ്കാരം. ഞാൻ ജിജി എരുത്തിക്കൽ. എനിക്ക് പുതുപ്പള്ളിയിലൊരു വ്യാപാര സ്ഥാപനമുണ്ട്. എരുത്തിക്കൻസ് ദി ഫാൻസി വേൾഡ് എന്നാണ് എൻ്റെ ഷോപ്പിന്റെ പേര്. അത് പുത്തൻപീടി ബിൽഡിങ്ങിൽ ഫെഡറൽ ബാങ്കിന്റെ അടുത്താണ്, ഫെഡറൽ ബാങ്കിന്റെ സമീപമാണ് ഉള്ളത്. 23 വർഷമായിട്ട് ഞാൻ വ്യാപാര മേഖലയിൽ പുതുപ്പള്ളിക്കാവിൽ സജീവമാണ്. ഞാൻ വന്ന അന്ന് തൊട്ട് വ്യാപാരികളുടെ സംഘടനയിലെ കമ്മിറ്റി മെമ്പറാണ്. അത് കഴിഞ്ഞ് വന്ന 2 വർഷക്കാലം കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് 8 വർഷത്തോളം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയും പിന്നെ വീണ്ടും വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അതുകൂടാതെ എനിക്ക് മമ്മി കുഞ്ഞുഞ്ഞമ്മ ദാനിയൽ, പപ്പ മരണപ്പെട്ടു പോയി. പപ്പ റിട്ടയർഡ് റേഞ്ചറായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ. 2008 പപ്പ മരണപ്പെട്ടു. എൻ്റെ വൈഫ് ആഷ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പുതുപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നു. മോനുണ്ട്, അവന് ഇപ്പോൾ 4ാം ക്ലാസ്സിൽ ജോർജിയൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. മോന്റെ പേര് ജോഹാൻ ഡാനി ജിജി. ഞാൻ കുട്ടഞ്ചിറപ്പടിയിലാണ് എൻ്റെ വീട്. അങ്ങനെ പോകുന്നു എൻ്റെ കുടുംബപരമായ കാര്യങ്ങൾ. പിന്നീട് രാഷ്ട്രീയത്തില് ഞാൻ കേരള കോൺഗ്രസ് എമ്മിലാണ്. നമ്മുടെ കെ എം മാണി സാർ നയിച്ചിരുന്ന, ഇപ്പം ജോസ് കെ മാണി സാർ ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എം ആണ്. അതിൽ ഞാനിവിടെ പുതുപ്പള്ളിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പം പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു ഇലക്ഷന് മത്സരിക്കാനായിട്ടും മുൻനിരയിലോട്ട് വരാനും. അങ്ങനെയാണ് നമ്മൾ 30 വർഷക്കാലം ഈ കേരള കോൺഗ്രസ് എമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു ഇലക്ഷനിൽ ഞാൻ പല ഇലക്ഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതുകൂടാതെ സിനിമ, സീരിയൽ, ഷോർട്ട് ഫിലിം മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനും ഉണ്ട്. സിനിമയിൽ ഈ സമയം കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് മൂന്നാറിലായിരുന്നു. ഷാജി കല സാറിന്റെ വരവെന്ന് പറഞ്ഞ സിനിമയിൽ
ഒരു ഡിവൈഎസ്പി ആയിട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ട് ചെറിയ റോള് കൈകാര്യം ചെയ്തു. അതുകൂടാതെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമയില്, സുരേഷ് ഗോപി സാറിന്റെ സിനിമയില് ഒരു കത്തോലിക്ക അച്ഛനായിട്ടും വേഷം ചെയ്തു. അതിനു മുമ്പേ 2012 സിംഹാസനം എന്ന് പറഞ്ഞ സിനിമയിൽ, ഷാഹി കലാസിന്റെ സിനിമയിൽ ഒരച്ഛനായിട്ട് വേഷം ചെയ്തിരുന്നു. അതുകൂടാതെ രാജേഷ് കണ്ണങ്കര സാറിന്റെ വിശ്വവിഖ്യാത പയ്യന്മാർ എന്ന സിനിമയിലും വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അനേകം സീരിയലില് ചെറിയ റോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം ഇപ്പം ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 മേഖലയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. 1 വ്യാപാരം, 2 രാഷ്ട്രീയം, 3 സിനിമ സീരിയൽ കലാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും. നമ്മുടെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള എങ്ങനെയായിരുന്നു ഒരു പ്രവേശനം? എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലുള്ള പ്രവേശനം? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ എൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ ചിന്താഗതിയായിരുന്നു. അതിലായിരുന്നു, SFIയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കോളേജ് പഠനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ അഡ്വക്കേറ്റ് TV അബ്രഹാം സാറ് എന്നെ നേരിട്ട് വീട്ടിൽ വന്ന് കാണുകയും അദ്ദേഹം എന്നെ കേരള കോൺഗ്രസ് എമ്മിലോട്ട് സ്വാഗതം ചെയ്യുകയും അതിൽ മെമ്പർഷിപ്പ് തരികയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് പബ്ലിക്കിൽ പുതുപ്പള്ളിയിൽ തുടങ്ങുന്നത്. കോളേജിൽ ഞാൻ മാഗസിൻ എഡിറ്ററായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ബെസൽസ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എബ്രഹാം സാറിന്റെ ഇതിൽ ഇവിടെയുള്ള സജി കക്കുഴിയെ പോലുള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയുള്ള പ്രവർത്തനം നടത്തി വന്നു. പിന്നെ ഈ ബിസിനസ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും മുൻനിരയിലോട്ട് എത്തിയിരുന്നില്ല. ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേക സാഹചര്യം മുൻനിർത്തി ഇത്രയും ഒരു സീനിയർ ആളായതുകൊണ്ടും 30 വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും പാർട്ടി കേരള കോൺഗ്രസ് എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ അത് അനുസരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുവഴിയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥിത്വവും മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ LDF ചർച്ച ചെയ്താണ് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുപ്പള്ളി ഡിവിഷനിലോട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള അവസരം ഇപ്പം നൽകിയിട്ടുള്ളത്. നമ്മുടെ ഈ പുതുപ്പള്ളി ഡിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എത്ര വാർഡോളം വരുന്നുണ്ട്? പുതുപ്പള്ളി ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റബ്ബർ റോഡ് തൊട്ട് ഇനി പുതുപ്പള്ളി കാവല, അതായത് വാർഡ് 1, 2, 3, 4, 5, 6, 7, അതുകൂടാതെ കുമ്മറ്റം 19ാമത്തെ വാർഡ്, അങ്ങനെ മൊത്തം 8 വാർഡുകളാണ് ഈ പുതുപ്പള്ളി ഡിവിഷന്റെ കീഴിൽ ഇപ്പൊ ഈ വിഭജനം വന്ന് പുതിയ രീതിയിലോട്ട് പുതിയ വാർഡ് പ്രകാരം വന്നിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം എത്ര വോട്ടോളം വരുന്നുണ്ട് നമുക്ക്? ഏകദേശം ഞാൻ കണക്കൂട്ടുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 9600 വോട്ടാണ് നമുക്ക് ഉള്ളത്. അതിൽ കുറച്ച് പേരൊന്നും സ്ഥലത്തില്ല, പഠനവുമായിട്ട് ബന്ധപ്പെട്ടും ജോലിയായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ സ്ഥലത്തില്ല. എങ്കിലും മൊത്തം വോട്ടർമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 9600 വോട്ടുകളാണ് കൃത്യമായി പറഞ്ഞ വോട്ടർമാരുള്ളത്. നമ്മൾ ഇതിനു മുമ്പായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് ആ കൂട്ടത്തിൽ തന്നെ പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട മുൻ പരിചയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം സാറ്, TV അബ്രഹാം സാറ് പൂഞ്ഞാറിൽ മത്സരിക്കുമ്പോൾ, അദ്ദേഹം അസംബ്ലി സീറ്റിലോട്ട് മത്സരിക്കുമ്പോൾ അവിടെ പോയുള്ള പ്രവർത്തനങ്ങളും കൂടാതെ ഇവിടെ ഉള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള പൊതുപ്രവർത്തന രീതി, പിന്നെ വ്യാപാര വ്യവസായയുടെ സ്ഥാനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ നല്ല രീതിയിൽ വ്യാപാര വ്യവസായം നമ്മളൊരു കുടുംബത്തിലേക്കുള്ളൊരു നമ്മുടെ ഒരു ഉപജീവനമാർഗമാണ് വ്യാപാരം. എങ്കിൽ പോലും വ്യാപാര സ്വഭാവം എന്ന് പറയുന്നത് പുതുപ്പള്ളിയിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളോട്, പ്രായഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരോടും അടുത്തിടപഴകാനുള്ള ഒരു അവസരം ഈ വ്യാപാരത്തിൽ കൂടെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അവരെല്ലാം നമ്മളൊരു സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു പൈസ അല്ല പണത്തിട്ട് ആ ഒരു മേഖലയിൽ ജനിച്ചു വളർന്ന ഒരാളാണെങ്കിൽ നമുക്ക് അടിത്തട്ടിലോട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ, ആൾക്കാരുള്ള സമീപനം, അവർക്ക് തിരിച്ചുള്ള സമീപനം വ്യത്യസ്തമായിരിക്കും. നമ്മളൊരു അടിത്തട്ടിലാണ് ജനിച്ചു വളരുന്നെങ്കിൽ മുകളിലോട്ടുള്ളവരുടെ ഒരു സമീപനവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമായിരിക്കും. പക്ഷേ നമ്മളൊരു ഇടത്തരക്കാരനായിട്ട് ജനിച്ച് വളർന്നുമ്പോൾ മുകൾ തട്ടുകാരനോടും താഴെത്തട്ടുകാരനോടും ഒരുപോലെ നമുക്ക് നിൽക്കാനും അവരുടെ ഒരു സമീപനവും നമ്മുടെ ഒരു സമീപനവും ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റും. ഞാൻ എപ്പോഴും തമാശന് പറയും,
എപ്പോഴും മീഡിയം ആയിരിക്കണം എല്ലാം. സന്തോഷമായാലും സങ്കടമായാലും പൈസ ആയാലും നമ്മുടെ ഓരോ കാര്യങ്ങളും മീഡിയം ലെവലിൽ നിൽക്കുവാണെങ്കിൽ അതിനൊരു ബാലൻസിങ് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും തമാശ രീതിയിൽ പറയും, ഞാനത് കേരളവും സെം അതിലുകൊണ്ടൊരു എം, അതൊരു മീഡിയം എന്നുള്ള രീതിയിലോട്ട് ഞാൻ ഇങ്ങനെ തമാശ രീതിയിൽ പറയുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പുതുപ്പള്ളി ഇപ്പം പറഞ്ഞില്ലേ ഏകദേശം 10,000 വീടോളം വരുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറയാൻ നമുക്ക് എല്ലായിടത്തും 10,000 വോട്ടർമാർ വരുന്നു. പക്ഷെ ഇത്ര നമ്മൾ എല്ലാ വീടുകളൊന്നും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കാനൊന്നും പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. കാരണം ഇപ്പം പ്രവർത്തനം ഇപ്പൊ എവിടം വരെ ആയിട്ടുണ്ട് ഏകദേശം? അത് എന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് പ്രത്യേകമായ അടിത്തറയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തുന്ന ഒരു മുന്നണിയാണ്. നമ്മൾ കൃത്യമായ വിവരങ്ങളും കൃത്യമായ ഒരു പ്രവർത്തനവും ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ 8 വാർഡുണ്ട്, 8 വാർഡിലുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അവരെ നമ്മൾ നേരത്തെ തന്നെ അറിയിക്കും, സ്കാഡ് ഇറങ്ങുമ്പോൾ അറിയിക്കും, കുടുംബയോഗങ്ങൾ അറിയിക്കും. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അത് കൂടാതെ ബാക്കി കിട്ടുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എനിക്കെല്ലാവരും, ഞാൻ പുതുപ്പള്ളിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പോരായിട്ട് ഇപ്പം വ്യാപാരോട് 23 വർഷത്തെ ആ ഒരു പരിചയം ഉള്ളതുകൊണ്ട് പുതുപ്പള്ളി ഒട്ടനേകം ആൾക്കാരെ എനിക്കറിയാം. ഇനി അഥവാ കുറച്ചൊക്കെ ആൾക്കാരെ എനിക്കറിയാമില്ലെങ്കിലും അവർക്ക് എന്നെ അറിയാം. കാരണം എത്തിക്കൻസ് സ്ഥാപനം നടത്തുന്ന ഒരാളെന്നുള്ളതൊക്കെ അവർക്ക് എന്നെ അറിയാം. ആ നിലയ്ക്ക് ഞാൻ വീടുകൾ കയറാൻ പോകുമ്പോൾ അവരുടെ ആ സ്നേഹം, വാത്സല്യം എല്ലാം ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം, ഒരിക്കലേലും സ്ഥാനാർത്ഥിയായിട്ട് ഒരവസരം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കണം. കാര്യം ജനങ്ങളുടെ വാത്സല്യം, സ്നേഹം, കരുതല് ഇതെല്ലാം അതൊരു വേറൊരു ഇതാണ്. നമുക്കത് വലിയൊരു ആത്മ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ആ നിലയിലെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെ ചെല്ലുമ്പം നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്കറിയാം ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസരം. അതുകൂടാതെ തൊട്ടപ്പുറത്തെ വീട്ടുകാരെ അവർ തന്നെ വിളിച്ചു, അല്ല അവരെന്റെ കൂടെ വന്നു, അവരെ കൂടെ പരിചയപ്പെടുത്തുന്ന, അല്ല അവരുടെ വീട്ടിലോട്ടൊരു എൻട്രൻസ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ ഇവർ വഴി നടക്കുന്നു. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് ഈ കാര്യങ്ങളിൽ കിട്ടുന്നതിൽ ഞാൻ പുതുപ്പള്ളിയിലെ എൻ്റെ വോട്ടർമാർ, അല്ല പുതുപ്പള്ളിയിലെ ജനങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പള്ളം ബ്ലോക്കിന്റെ കീഴിൽ വരുമ്പോഴത്തേന് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ പുതുപ്പള്ളിലുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഇനി പുതിയ നമ്മുടെ ജനങ്ങളോട് ഈ ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേന് അവർക്ക് എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നൊക്കെ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഈ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മളെ ഇലക്ഷനിൽ ജയിച്ച് അവിടെ അധികാരത്തിൽ വന്ന് അവിടുത്തെ കമ്മിറ്റി തീരുമാനവും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഈ 8 വാർഡിലുള്ള ജനങ്ങൾക്കും വേണ്ടിയ അത്യാവശ്യ കാര്യങ്ങളും അവർക്കുള്ള ആവശ്യങ്ങളും ഏത് സമയവും എന്നെ അറിയിക്കാം. എൻ്റെ പ്രസ്താവന ഞാൻ ഫോൺ നമ്പറിലൂടെ വെച്ചാ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ ചെയ്തതെന്ന് വെച്ചാൽ ഏത് സമയത്തും എന്നെ വിളിക്കാം, അവരുടെ ആവശ്യങ്ങൾ പറയാം. എന്നെ കൊണ്ടാവുന്ന ലെവലിൽ ഞാൻ മാക്സിമം അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് അത് നമുക്ക് അവകാശം, അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ അവിടുന്ന് മേടിച്ച് അവർക്ക് കൊടുക്കാനായിട്ടുള്ള മനസ്സും അതിനൊരു തൻ്റെടും എനിക്കുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുമുണ്ട്. അത് നിങ്ങളിലേക്ക് ഞാൻ പറയുകയാണ്. അതുകൂടാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ 24 മണിക്കൂറിൽ 20 മണിക്കൂറും വർക്ക് ചെയ്യാനായിട്ടും ജനങ്ങളോട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ അത് ചെയ്യുകയും ചെയ്യും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂറേ ഞാൻ 2-2.5 മണിക്കൂറൊക്കെ സാധാരണ 3 മണിക്കൂറേ ഉറക്കം ഉള്ളൂ. 1 മണിക്കൂർ നമുക്ക് ഫ്രഷ് ആകാനും ആ ഒരു രീതി പോയിട്ട് ദിവസത്തിന്റെ 20 മണിക്കൂറും നമ്മൾ ജനങ്ങളുടെ കൂടെയുണ്ട്, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും എല്ലാവരുടെ കൂടെയും ഉണ്ടാവും. അതുപോലെ ഇപ്പം LDF ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ തുടർഭരണം പ്രതീക്ഷിച്ചാണ് ഈ പ്രാവശ്യത്തെ ഒരു വിപുലമായ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിന് സർക്കാർ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ്? അതിനെപ്പറ്റിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ LDFന്റെ ഈ ഗ്രാമപഞ്ചായത്ത്, പുതുപ്പള്ളിയുള്ള ഗ്രാമപഞ്ചായത്ത് നിലവിൽ വരുമ്പോൾ കോവിഡ് കാലഘട്ടമായിരുന്നു.
ഈ കോവിഡ് കാലഘട്ടം ഏകദേശം 1.5 വർഷം തൊട്ട് 2 വർഷം വരെ നീണ്ടു നിന്നു. അപ്പോൾ ആദ്യത്തെ 2 വർഷത്തോളം കാലത്തോളം പഞ്ചായത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തോട് എത്താൻ പറ്റിയില്ല. കാരണം മൊത്തം അങ്ങനെ ലോക്ക്ഡൌണും കാര്യങ്ങളും എല്ലാം ആയിരുന്ന സമയത്ത് നമ്മുടെ വെട്ടത്തോലുള്ള സ്കൂളിൽ ഒരു സോഷ്യൽ കിച്ചൺ ആരംഭിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണത് തുടക്കമിട്ടത്. അവിടെ വന്ന് ആൾക്കാർക്ക് പൊതിച്ചോറ് കെട്ടി ആർക്കൊക്കെയാണോ ആവശ്യം അവർക്കെല്ലാം, അത് രാഷ്ട്രീയം മറന്നുള്ളൊരു പ്രവർത്തനമായിരുന്നു. ഇന്ന രാഷ്ട്രീയക്കാരല്ല, അങ്ങനെയുള്ള രീതി വീട് കേന്ദ്രീകരിച്ചല്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ടുള്ള രീതിയിൽ ആണ് സോഷ്യൽ കിച്ചണിന്റെ കാര്യങ്ങൾ പോയത്. അതില് ഞാനും ദിവസവും ഭാഗമായിരുന്നു. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പൊതി കെട്ടി ഇത് ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ കൃത്യമായിട്ട് പോയത്. അന്നൊക്കെ ജനങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളോട്ടിറങ്ങാൻ മടി കാണിക്കും. കാരണം എന്താ വെച്ചാൽ വെള്ളോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഈ സംഭവം ആൾക്കാരോട് ഇടപെടാൻ മേലാത്തൊരു സാഹചര്യം. എങ്കിൽ പോലും നമ്മളൊരു സാഹചര്യം മനസ്സിലാക്കി, ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ ഇതിലോട്ട് മുന്നിട്ടിറങ്ങി. അപ്പോ അതുകൂടാതെ ഇടതുപക്ഷ ആംബുലൻസ് സർവീസ്, അന്ന് മരണപ്പെട്ടുള്ള ശവസംസ്കാര ചടങ്ങുകൾ, അതിലൊന്നും ആരും എടുക്കത്തില്ല. പി കിറ്റ് വിട്ട് നമ്മുടെ യുവജനങ്ങള് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി ഇല്ലാതെ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് കൂടെ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു പോന്നു. അതുപോലെ മെഡിസിൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജനജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവരുടെ ജീവിതത്തിന് ഒരു കോട്ടവും തട്ടാത്തവണ്ണം അവരവരുടെ വീടുകളിൽ അവര് ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയത് എന്തൊക്കെ എന്ന് കണ്ട് മനസ്സറിഞ്ഞ് കൈയറിഞ്ഞ് എല്ലാ രീതിയിലും പ്രവർത്തിച്ച ഒരു സംഘടന ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിലൊക്കെ ഒരു ഏകോപിപ്പും സന്തോഷമുണ്ട്. അതുകൂടാതെ 2 വർഷക്കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്ത് നമ്മുടെ പൊന്നമ്മൻ ചന്ദ്രൻ അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തോ ആ ഒരു രീതിയിൽ തുടങ്ങി ഒട്ടനവധി വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രമോദായിരുന്നു. അവരൊക്കെ രണ്ട് നമ്മുടെ മറ്റുള്ള വാർഡ് മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഒട്ടനവധി പുരോഗമന പ്രവർത്തനങ്ങൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കാഴ്ചവെക്കാൻ കഴിയും. ഏകദേശം ഒരു 25 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഭരണം കിട്ടുകയും അതുവഴി എല്ലാം വിശദമായിട്ട് പറയാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. പുതുപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി ഹാള് നിരവധി ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പേ അതിന്റെ അവസ്ഥ. അപ്പൊ അത് അവിടെ കസേരയുണ്ട്, മൈക്ക് സെറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, പാർക്കിംഗ് സൗകര്യമുണ്ട്. ഏകദേശം 7,500 രൂപ മേടിക്കെങ്കിലും അത് കുറച്ച് കാശ് റീഫണ്ട് പോട്ടെ 5,000-6,000 രൂപ അതിന് ചെലവ് വരുന്നുള്ളൂ. സാധാരണക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, കല്യാണമായിട്ട് പ്രാർത്ഥനയായിട്ട് എന്ത് ആവശ്യത്തിനും ആ ഹാൾ ഉപയോഗിക്കാവുന്ന ലെവലിലോട്ട് എത്തിച്ചുകൊണ്ട് വരാൻ പറ്റി. പിന്നെയുള്ളത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡാണ്. നമുക്കറിയാതെ അടച്ചു കെട്ടി അതൊരു വേറെ ലെവലായിരുന്നു. അതിന്റെ കുറെ കാര്യങ്ങൾ പൊളിച്ചു കളഞ്ഞ് ബാക്കിയുള്ളത് ബലപ്പെടുത്തി നല്ലൊരു ബസ് സ്റ്റാൻഡും അതിൽ കംഫോർട്ട് സ്റ്റേഷൻ ആണെങ്കിലും ഇപ്പൊ ആണെങ്കിൽ തന്നെയും ബസ് സ്റ്റാൻഡിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ആൾക്കാർക്ക് ബസ്സൊക്കെ മഴയും വെയിലും കൊള്ളാതെ നിൽക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി. ആ കൂട്ടത്തിൽ തന്നെ ട്രാഫിക് സംവിധാനം, ഈ വർഷങ്ങളായിട്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം, ഭയങ്കര ട്രാഫിക് പ്രോബ്ലം ആയിരുന്നു. ഏകദേശം ഈ കുട്ടഞ്ചിറപ്പടി തൊട്ട് പുതുപ്പള്ളിക്കാലവരെയും നിലക്കപ്പള്ളി തൊട്ട് പുതുപ്പള്ളിക്കാലവരെയും ഗേൾസ് ഹൈസ്കൂളിന്റെ പുറവശം തൊട്ട് ഈ പുതുപ്പള്ളിക്കാലവരെയും കന്നൂഴിക്കയറ്റം തുടങ്ങുന്നിടത്ത് വെച്ചുള്ള എല്ലാം ബസ്സും കാറും എല്ലാം വന്ന് ട്രാഫിക് നിരവധി പ്രോബ്ലം. ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരു രോഗിയെ കൊണ്ട് ഒരു ആംബുലൻസ് പോയപ്പോൾ അതുപോലും പോകാൻ മേലാത്ത രീതിയിലുള്ള ട്രാഫിക് പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ മറികടക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സംഘാടകരും പ്രവർത്തകരും ഭരണാധികാരികൾക്കാണ് അത് സാധിച്ചെടുത്തത്. അത് പുതുപ്പള്ളിക്കാല ഡിവൈഡർ വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് തന്നെ വേണം പറയാം. പിന്നെ നമ്മൾ സ്റ്റാൻഡിന്റെ അതുവഴി താഴോട്ടുള്ള വഴി അത് പൊക്കി ടൈലിട്ട് അത് ബലപ്പെടുത്തി. അതുകൂടാതെ ഇപ്പം
പുതുപ്പള്ളി നിലക്കപ്പള്ളിയുടെ അവിടുന്ന് കുട്ടഞ്ചിറപ്പടിക്കുള്ള വഴികളുടെ പണി നടക്കുകയാണ്. അത് വന്നു കഴിയുമ്പോഴത്തേനും അതുവഴിയും നമുക്ക് വണ്ടികൾ വിട്ട് പുതുപ്പള്ളിയിലെ ഈ ബൈപ്പാസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലോട്ടൊക്കെ ഉള്ള പ്രവർത്തനം. പിന്നെ കുടിവെള്ളം 3 ടാങ്കുകൾ നമ്മളിപ്പം പണിത് 20% പണികളുടെ ബാക്കിയുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ മെയിൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന്റെ തൊട്ട് മുകളിലായിട്ടാണ്. അത് വന്ന് അതിൽ നിന്ന് വേറെ 2 ടാങ്ക്. അപ്പൊ പുതുപ്പള്ളി പഞ്ചായത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഉള്ള കുടിവെള്ളം ശേഷി ഈ 3 ടാങ്കുകളെ സജ്ജീകരിച്ച് അവർക്കെല്ലാം വെള്ളം കൊടുക്കാനുണ്ട്. മറ്റൊരു ആൾക്കാർക്ക് ഒരു ഭരണസമിതിക്കും ഇത് സാധിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതൊരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ആ ഒരു പ്രോബ്ലം ഇപ്പം ശാശ്വതമായ പരിഹാരം കണ്ടെത്തി എന്ന് തന്നെ വേണം പറയാം. ഇത് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു 20% പണി കൂടി ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ അത് ഓപ്പൺ ചെയ്യും. അപ്പം അങ്ങനെ പിന്നെ ഹെൽത്ത് സെന്റർ, കൈതപ്പാലത്തുള്ള വനിതാ ജിം, ആരോഗ്യ മേഖലയിലായാലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലായാലും എല്ലാത്തിലും ഒരു ശ്രദ്ധയും കാര്യങ്ങളും വെച്ച് ഈ 3.5 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ നല്ലൊരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് പ്രവർത്തിക്കുന്നതിന് പബ്ലിസിറ്റി കൊടുക്കാൻ നേരെയില്ല. അവൻ ഒരു മിനിറ്റ് പോലും കളയാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് ഇവിടെയുള്ള. അതുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എത്ര പേർക്ക് ഇത് അറിയാം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ സത്യം ഇതാണ്, ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള മേഖലയിലെല്ലാം പുതുപ്പള്ളി പഞ്ചായത്ത് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനുള്ള ചുവടുവെപ്പുകൾ നടന്നിരിക്കുന്നു. തുടർന്നും ഭരണം കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായിട്ട് അത് വിട്ടു നൽകാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് ജനങ്ങള് അത് കണ്ടറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഇതിന്റെ കൂടെ പറയുക. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ മേഖലയിലുള്ള ഇപ്പൊ ഞാനാണെങ്കിലും നമ്മൾ 1-2 സിനിമയുടെ വർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് രാത്രി ഉറക്കളച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറെ ആശംസകളൊക്കെ നമ്മുടെ ജിജി മത്സരിക്കുന്നുണ്ട്, അപ്പൊ ആശംസകളൊക്കെ നമ്മുടെ ചാനലിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിന് ശേഷം ഈ വീഡിയോടൊപ്പം തന്നെ അവരുടെ ആശംസകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം പള്ളം ബ്ലോക്കിന്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പുതുപ്പള്ളിക്ക് ചെയ്യാനുണ്ട്. പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനിപ്പം ഇലക്ഷന്റെ സമയമായതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനകത്ത് വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഈ ഒരു അവസരം ജിജിക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വോട്ടർമാരോട് എന്താ അഭ്യർത്ഥിക്കാനുണ്ട്? വോട്ടർമാരോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങൾ സത്യത്തെ തിരിച്ചറിയണം. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യങ്ങൾ, ഏതാണ് സത്യം, ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് വോട്ടർമാരുടെ കഴിവാണ്. അല്ലാതെ നമ്മൾ ചെയ്ത കാര്യവും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന കാര്യവും മനസ്സിലാക്കി ഏതിലാണോ നൽപ്പെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള അവസരം കൂടെ കാലങ്ങളോടെ തന്നു കഴിഞ്ഞാൽ ഒട്ടനേകം പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ നടക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ നിലയ്ക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ തലത്തിലും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സാരഥികൾക്ക് അവരുടെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്രന്മാർക്ക് നിങ്ങളുടെ സമ്മതിദാനാവകാശം നൽകി അവരെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. ആ കൂട്ടത്തില് എളിമയായിട്ട് പറയുന്നു, ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. പുതുപ്പള്ളി ഡിവിഷനാണെന്ന് പറഞ്ഞു. 2-ലെയാണ് എൻ്റെ ചിഹ്നം. അതിലേക്ക് 1 തൊട്ട് 7 വാർഡ് വരെയും 19ാമത്തെ വാർഡും, അത് മൊത്തം 8 വാർഡ്. അവിടെയുള്ള ആൾക്കാർ എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പറയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ ഒരവസരം എനിക്ക് നിങ്ങൾ ഏവരും നൽകണം. എനിക്ക്
ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ തരികയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ മതം വർഗ വിവേചനമില്ലാതെ ഏതൊരു അവസരത്തിലും എന്നെ സമീപിക്കാം. എന്ത് കാര്യങ്ങളും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് എത്തിക്കാനും നിങ്ങൾക്ക് ചെയ്തു തരാനും ഞാൻ ഒരുക്കമാണ്. അതിലേക്ക് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൊന്നമ്മ ബാബു. പള്ളം ബ്ലോക്കിൽ പുതുപ്പള്ളി ഡിവിഷനിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളുടെ എല്ലാം സ്വന്തം ജിജി ഇർത്തിക്കലിനെ 2 ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജിജി ഇർത്തിക്കലിൻ്റെ സിനിമാ മേഖലയിലും വ്യാപാര മേഖലയിലും പൊതുപ്രവർത്തനങ്ങളിലും കൂടുതൽ കരുത്തട്ടാവട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, പള്ളം ബ്ലോക്കിൽ പുതുപ്പള്ളി ഡിവിഷനിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജിജി ഇർത്തിക്കലിനെ 2 ചിഹ്നത്തിൽ കൂടുതൽ ഭൂരിപക്ഷം വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു. ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പള്ളം ബ്ലോക്ക് പുതുപ്പള്ളി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജിജി ഇർത്തിക്കലിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ 2 ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സുതാര്യവും സത്യസന്ധവും ആയ ഒരു ഭരണമാണ് നടന്നത്. വളരെ ഐക്യത്തോടുകൂടി തർക്കങ്ങളില്ലാതെ ഒരു പഞ്ചായത്ത് ഭരണസമിതി വികസനോന്മുഖമായി മുന്നോട്ട് പോയി. എല്ലാ രംഗത്തും പുതുപ്പള്ളിയെ ബാധിച്ചിരുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. സർവ്വമേഖലയിലും വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഉയർത്തിക്കൊണ്ടുവരുവാൻ തർക്കങ്ങളില്ലാതെ ഐക്യത്തോടെ പോകുവാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് കടന്നുപോയത്. വീണ്ടും ഒരവസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തരണമെന്നും സുതാര്യവും സത്യസന്ധവും വികസനോന്മുഖവുമായ ഒരു ഭരണം തുടരുവാൻ അവസരമുണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ജിജി ഇർത്തിക്കലിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്ഥാനാർത്ഥിമാരുടെ പ്രസ്താവനകൾ ജനങ്ങളിലെത്തിക്കുവാൻ ഏറ്റവും നല്ല ഉപാധി സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക.